ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈന കോളർ ഫ്രോക്ക് ഇന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോളൂ. ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ കൈക്കുഴിയിലെ ഭാഗം ക്രോസ് വെട്ടി വെച്ചതെടുത്ത് 2 മടക്കി വെച്ച് തയ്ച്ച് എടുക്കാം കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ തയ്ച്ചെടുത്തു. എന്നിട്ടത് ഉള്ളിലേക്ക് മടക്കി കുഞ്ഞു കുഞ്ഞു വെട്ടിടണം, അല്ലെങ്കിൽ അടക്കുമ്പോൾ പിരിഞ്ഞു വരും. നമ്മൾ അത് ഉള്ളിലേക്ക് മടക്കി അതിന് തുമ്പ് ഭാഗം ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗം നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രോക്കിൻ്റെ 4 കൈക്കുഴിയുണ്ട്, 4 ഭാഗവും ഇതുപോലെ അടിച്ചെടുക്കണം. 2 ഫ്രണ്ടും 2 ബാക്കും ഉണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കുക. മറ്റേ സൈഡും അതുപോലെ അടിച്ചെടുക്കണം. അത് എടുത്തതിന് ശേഷം കേട്ടോ ഇതുപോലെ വെച്ച് അത് അടിച്ചെടുക്കണം. നമുക്ക് കോളറിൻ്റെ പണി കഴിച്ച് വയ്ക്കാം. കോളറിൻ്റെ ക്യാൻവാസ് എടുത്തൊരു പീസ് എടുത്ത് അതിലടിച്ച് പിടിപ്പിച്ച് ഒരു ഭാഗം അതിൻ്റെ തരിത്തുമ്പ് മടക്കി അടിച്ചെടുക്കാം. അയൺ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള തുണി മടക്കി വെച്ച് നല്ല ഭാഗം ഉള്ളിലേക്കാക്കി മടക്കി വെച്ച് 2 സൈഡും ഒന്നടിച്ചു കൊടുക്കുക. 2 തുമ്പ് ഭാഗവും ഒന്നടിച്ചു കൊടുക്കുക. എന്നിട്ടത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് തരിത്തുമ്പ് ഉള്ളിലേക്കായിട്ട് മറിച്ചെടുക്കാം. ഇത് അയൺ ചെയ്താലും മതി, നമ്മളിത് അടിച്ച് പിടിപ്പിച്ചു എന്ന് മാത്രം. ഉണ്ടാകും. കോളറിൻ്റെ പണി കഴിച്ചു വെച്ചു. ഇനി നമുക്ക് സിബ് വയ്ക്കാം. സിബിൻ്റെ ആ തുണി സെൻറ്റർ കട്ട് ചെയ്തിട്ടുള്ള തുണി സെൻറ്ററിൽ വെച്ച് നമുക്ക് അടിച്ച് മറച്ച് എടുക്കണം. അടിച്ച് കണ്ട സെൻറ്ററിൽ വെച്ച് ആ പോയിൻ്റ് സെൻറ്ററിൽ വരണം. അത് വി പോലെ ആയിരിക്കണം അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ച് എടുക്കുക. ഇനി നമുക്ക് അതിനെ ഇട്ടിട്ട് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കി പതിച്ചൊന്നടിക്കാം. ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കുക. അതിന് തുമ്പത്ത് കൂടെ നമുക്കൊരടി കൊടുക്കാം. പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരടി കൊടുക്കുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിക്കാൻ എടുക്കുള്ളവർക്ക് അത് ഭംഗിയിൽ അടിക്കാൻ പറ്റും. പക്ഷെ പഠിക്കുന്നവർക്കത് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 സൈഡും പതിച്ചടിച്ച് എടുക്കുക. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ സിബ് വെച്ചടിക്കാം. ഉള്ളിലേക്ക് റണ്ണറിൻ്റെ മുകളിലേക്ക് സ്വല്പം കയറ്റി വെച്ച് ഇങ്ങനെ കുറച്ച് കയറ്റി വെച്ച് അടിച്ചെടുക്കാം. സിബ് അടിക്കുമ്പോൾ റണ്ണർ ഇടുന്ന ഭാഗത്ത് കൂടെ കയറി അടി പോകരുത് കേട്ടോ. ചോട്ടിക്കൂടെ വേണം അടിച്ചെടുക്കാൻ. അങ്ങനെ 2 സൈഡും അടിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മടിക്കരുതേ. ഉണ്ടോ, ഇങ്ങനെ ഒട്ടും സിബ് കാണാത്ത ലെവലിൽ നമ്മൾ തുണി കൂട്ടി വെച്ച് അടിച്ചെടുക്കണം. ഉണ്ടോ, ഇങ്ങനെ സിബിൻ്റെ പണി കഴിഞ്ഞു. ഇനി അത് ഒപ്പം കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കിനി കോളർ പിടിപ്പിക്കണം. ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ കണ്ട് നമ്മൾ ഇതിൻ്റെയും സെൻറ്റർ കണ്ട്
കോളറിൻ്റെ സെൻറ്റർ കണ്ട് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ആ തുമ്പുള്ള ഭാഗം നമ്മൾ അടിച്ചു പിടിപ്പിക്കുക. ആ തയ്യൽ തുമ്പ് ഫുള്ളും അടിക്കണം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തുമ്മേ നമ്മൾ പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ പിടിപ്പിച്ചു. മറ്റേ ഭാഗവും അതുപോലെ തന്നെ അടിച്ചെടുത്തു. നടുവിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങിയത്, അതുകൊണ്ടാണ് രണ്ട് ഭാഗം അടിച്ചെടുത്തു. ഇനി തുമ്പത്തൊന്ന് ബാക്ക് സൈഡിലെ സിബുള്ള ഭാഗം കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ കോളറ് സിബ് ഭാഗത്തുനിന്ന് തുടങ്ങി അടിച്ചെടുത്തു. അതുപോലെ രണ്ട് സൈഡും നമുക്ക് ചെയ്യണം. ക്യാൻവാസ് എന്നിട്ട് മറയ്ക്കുക. രണ്ട് സൈഡും അടിച്ചു. ഈ ക്യാൻവാസ് മറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ പതിച്ചൊരടി തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ പതിച്ച് അടിച്ചെടുക്കുക. കോളറ് റെഡി ആയിട്ടോ. കോളറിൻ്റെ പണി കഴിഞ്ഞു. വേണമെങ്കിൽ ഫുള്ളൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കോളറിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടോ. കോളർ റെഡിയായി. ഇത്തിരി ലൂസിലാണ് കോളർ തയ്ച്ചിട്ടുള്ളത് ഉണ്ടോ. ഇനി സൈഡ് കൂട്ടിയടിച്ച് എടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ കൂട്ടിയടിച്ച് എടുത്തു. ഇനി ആ അടിഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം. രണ്ട് മടക്ക് മടക്കി അടിച്ച് എടുത്തു. കണ്ടോ, ഫ്രോക്ക് റെഡി.